ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. വ്യാപാര മേഖലയിൽ 8 പതിറ്റാണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള CPA ബ്രദേഴ്സ് എടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ 5ാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ. സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, പോത്തുകൽ. എടക്കരയിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 3 തൊഴിലാളികൾക്ക് പരിക്ക്. സാരമായി കുത്തേറ്റ ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കര പായമ്പാടം സ്വദേശികളായ കാസിം കറുത്തോട്ടത്തിൽ, സഹോദരനായ കുഞ്ഞാലി കറുത്തോട്ടത്തിൽ, മൂത്തേടം കാരപ്പുറം, മാങ്ങോട് പീടിക അബ്ബാസ് എന്നിവർക്കാണ് തേനീച്ചകളുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത്. രാവിലെ പണിക്ക് ഇറങ്ങിയിരുന്നു. ഒരു 8:30 മണിക്ക് എത്തേണ്ട സമയത്താണ് എൻ്റെ കൂടെയുള്ള ഈച്ചങ്ങനെ ഓടിച്ചിട്ട് കുത്തുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ 3 ആളും കുത്തി. അപ്പോൾ കുറച്ച് രണ്ടാൾക്ക് അതിൻ്റെ കുറച്ച് സീരിയസ് ആയി. നമ്മളൊരു കുറച്ച് കുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ അവിടെ നിന്ന് പോകുന്നതാണ്. പിന്നെ ഇതിൽ ഒരു കൂട്ട് വർത്തമാനത്തിൽ ശീലത്തോട് പറയാറില്ല കാര്യങ്ങളൊന്നും. രക്ഷപ്പെട്ടാണെന്ന് തൽക്കാലം ഒന്ന് ഓടി രക്ഷപ്പെട്ട് തന്നെയാണ്. പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെ പറിച്ച് ചെല്ലുമ്പോഴാണ് ഇവനെ മയങ്ങിയത്. കാരണം ഈച്ച കുത്തിയിട്ട് സൈ കെട്ട് വീണപ്പോൾ ഇവനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ തൊട്ടടുത്ത് വണ്ടിയിട്ട് ഒരു കാറുണ്ടായിരുന്നു. അവർ എടുത്തുകൊണ്ട് പിന്നെ ഗ്രേസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് തൽക്കാലം അവിടെ നിന്ന് ശുശ്രൂഷ നടത്തിയിട്ട് പിന്നെ വീണ്ടും അവിടെ ഇങ്ങോട്ട് മാറ്റിയതാണ്. എടക്കര ഉദരകുളത്ത് കമ്പിവേലിയുടെ പ്രവൃത്തി നടക്കുന്നതിനിടയിലാണ് തേനീച്ചകളുടെ ആക്രമണം ഉണ്ടായത്. ആദ്യം അബ്ബാസിനാണ് കുത്തേറ്റത്. ഇത് തങ്ങളോട് പറയുന്നതിനിടയിൽ തേനീച്ചകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ കുഞ്ഞാലി പറഞ്ഞു. തേനീച്ചകൾ പിന്നാലെ കൂടിയതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ മുഖത്തും ശരീരമാസകലവും കുത്തേറ്റു. അബ്ബാസ് സ്ഥലത്ത് മയങ്ങി വീണു. സമീപത്തുണ്ടായിരുന്ന കാർ യാത്രക്കാരൻ ഇവരെ ആദ്യം എടക്കര സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, എടക്കര. Celebrating Viva by Shobika Weddings.